ഇങ്ങനെയൊക്കെ ഇടതൂർന്ന് കാഴ്ച നിൽക്കുന്ന വള്ളികൾ കാണിച്ചു കൊടുത്താലും ചോദിക്കും ഏതാണ് ഇനം എന്ന്. അപ്പോൾ അതൊക്കെ ചോദിച്ചു പോകുന്നവർ മാത്രമാണ് കൃഷിയോട് താല്പര്യമുള്ളവരോ അത് കൃഷി ചെയ്യുന്നവരോ ആയിരിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ കേരള കാർഷിക രീതിയൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ വരുന്നതും പിന്നെ അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കുരുമുളകിൻ്റെ ഇനം നോക്കിയല്ല ബ്രിട്ടീഷുകാരിവിടെ വന്ന് കോളനിയാക്കിയതും താമസമാക്കിയതും ഇന്ത്യ വിട്ടുപോകാൻ മടിച്ച് ഇന്ത്യയെ പിടിച്ചടക്കാൻ നോക്കിയതൊക്കെ ഈ കുരുമുളക് കാരണമാണ്. കാരണം കുരുമുളകിൻ്റെ വ്യാപാരത്തെ ചൊല്ലിയാണല്ലോ അവർ ഇവിടെ എത്താൻ കാരണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരനാണ് കുരുമുളക്. അപ്പോൾ അത്രയും ഒരു പ്രാധാന്യമുള്ള ഒരു ഇന്നും വിലയുടെ നിലവാരത്തിൽ ഉയർച്ചയല്ലാതെ താഴ്ചയില്ലാത്തൊരു കുരുമുളകിനെ നമ്മൾ നെഞ്ചിലേറ്റി നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കൂടി അറിയിച്ച് പ്രോത്സാഹനം നൽകുന്നു എന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ കുരുമുളകിൻ്റെ തൈകൾ വിൽപ്പനയും കൂടി നടക്കുന്നു എന്ന് മാത്രം. കുരുമുളക് കൃഷി ചെയ്യുന്നവർ അതിൻ്റെ തൈ ഉൽപ്പാദനം കൂടി നടത്തുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് കൃഷി ചെയ്യാൻ തൈകളൊക്കെ ലഭിക്കുക. അപ്പോൾ അങ്ങനെ ഒരു രീതി നമ്മളും പിന്തുടരുന്നു എന്ന് മാത്രം. ആവശ്യക്കാർക്ക് കുരുമുളകിൻ്റെ കുറ്റി കുരുമുളകുണ്ട്, കേറുതലയുണ്ട്, ആവശ്യക്കാർക്ക് ചോദിക്കാം. കേറുതല എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടിയിൽ നിന്ന് തന്നെ കണ്ണികുത്തി കൂടുതൽ ഉയരം കൊടുക്കാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെ മറ്റൊരാളുടെ സഹായം കൂടാതെ ഇതൊക്കെ പറിച്ചെടുക്കാം. കാരണം ഇതുപോലെ നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയാസമാണ്. പിന്നെ ഒരു കൂലി വേലക്കാരനൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കൂലിയും കൂടി നമ്മൾ നൽകേണ്ടി വരും. എന്നാൽ ഇതുപോലെയുള്ളതാണെങ്കിൽ നമുക്കതിൻ്റെ പ്രയാസം തോന്നുകയില്ല. അപ്പോൾ അതാണ് നമ്മളെ കേറുതല നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അത് അടിയിൽ നിന്ന് തന്നെ കണ്ണുകുത്തി നല്ല രീതിയിൽ കായ്ച്ചുകൊണ്ടിരിക്കും. ഇനി ഇത് മരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കാലാണോ പിടിപ്പിക്കുന്നത്, പൈപ്പാണോ അതോ നമ്മളെന്തെങ്കിലും വൃക്ഷങ്ങളാണോ അതോ ഷീമക്കൊന്നയാണോ, ഏതായാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മളിത് ഈ തൈ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അടിയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ കണ്ണികുത്തി നമുക്കിഷ്ടമുള്ള രീതിയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ തോട്ടത്തിനൊരു ചന്തം കൂടിയാണ്. നമ്മുടെ അധ്വാനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വള്ളികളൊക്കെ തന്നെയാണ് നമുക്ക് മികച്ച ഇനം. കാരണം ഇനം ഏതായാലും നമുക്ക് കുരുമുളക് ധാരാളമായിട്ട് നല്ല രീതിയിലൊക്കെ ലഭിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നൽകുന്ന കേറുതലയുടെ ഒരു ചെറിയ രൂപം. ഇപ്പോൾ തന്നെ ഇതിൽ കണ്ണികുത്തി കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് മരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ കണ്ണികുത്തി നല്ല രീതിയിൽ നമ്മൾ ഏത് കാലാണോ പിടിപ്പിക്കുന്നത്, പൈപ്പാണോ അതോ നമ്മളെന്തെങ്കിലും വൃക്ഷങ്ങളാണോ അതോ ഷീമക്കൊന്നയാണോ, ഏതായാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മളിത് ഈ തൈ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അടിയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ കണ്ണികുത്തി നമുക്കിഷ്ടമുള്ള രീതിയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ തോട്ടത്തിനൊരു ചന്തം കൂടിയാണ്. പിന്നെ കുറ്റിക്കുരുമുളക് ബുഷ് പേപ്പർ അതിൻ്റെ രൂപം ഇങ്ങനെയാണ്. നമുക്ക് പറമ്പിൽ വേണമെങ്കിൽ പറമ്പിൽ സെറ്റ് ചെയ്യാം, അതല്ല നമുക്ക് ചട്ടിയിൽ വേണമെങ്കിൽ ചട്ടിയിൽ സെറ്റ് ചെയ്യാം. ഇതുപോലെയാണ് അതിൻ്റെ വളർച്ച. കുറ്റിക്കുരുമുളകാകുമ്പോൾ അത് ഇടതൂർന്നിങ്ങനെ എപ്പോഴും നമുക്ക് പച്ചക്കുരുമുളക് തന്നുകൊണ്ടിരിക്കും. എന്നാൽ കേറുതലയുള്ള കാല് കുരുമുളകാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം അതിൻ്റെ യഥാസമയത്ത് കായ്ക്കും, പറിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കുരുമുളകിനെക്കുറിച്ചുള്ള യഥാർത്ഥ വീഡിയോ ഒക്കെ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. കുരുമുളകിൻ്റെ തൈകളൊക്കെ ആവശ്യക്കാരുണ്ടാകും. അവർ കാണുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.